ഡൽഹിയിലെയും രാജ്കോട്ടിലെയും അഗ്നിദുരന്തങ്ങൾ രാജ്യത്തെ വേദനിപ്പിക്കുന്നതിനൊപ്പം ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കിഴക്കൻ ഡൽഹിയിലെ വിവേക് വിഹാറിൽ ശിശുക്കളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കളാണ് വെന്തുമരിച്ചതെന്നത് സംഭവത്തിന്റെ ഗൗരവവും ദയനീയതയും വർദ്ധിപ്പിക്കുന്നു. ശനിയാഴ്ച രാത്രിയിലാണ് ദ ബേബി കെയർ ന്യൂബോൺ ആശുപത്രിക്കും സമീപത്തുള്ള കെട്ടിടത്തിനും തീപിടിച്ചത്. ആശുപത്രിയുടെ 1-ാം നിലയിലെ യൂണിറ്റിലുണ്ടായിരുന്ന 12 കുഞ്ഞുങ്ങളിൽ 5 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. രാജ്കോട്ടിലെ ഗെയിമിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 33 കഴിഞ്ഞു. ഇതിൽ 4 പേർ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. തകരമേൽക്കൂരയുടെ താൽക്കാലിക ഷെഡുകളിൽ വെൽഡിങ്ങിനിടെ തീ പടർന്നാണ് ദുരന്തം വരുത്തിയത്. ഫയർ NOC ഇല്ലാതെയായിരുന്നു ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല, പുറത്തേക്ക് കടക്കാൻ ഒരൊറ്റ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാർ റേസിംഗിന് വേണ്ടി 2000 ലിറ്റർ ഡീസൽ സൂക്ഷിച്ചിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. ഡൽഹിയിലെ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ പൊട്ടിത്തെറിയാണ് അപകട വ്യാപ്തി കൂട്ടിയത്. മറ്റ് ആശുപത്രികൾക്ക് സിലിണ്ടറുകളിൽ ഓക്സിജൻ നിറച്ചു നൽകുന്ന കേന്ദ്രവും ആശുപത്രി വളപ്പിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ യോഗ്യതയുള്ളവരായിരുന്നില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. BAMS ബിരുദധാരികളായ ആയുർവേദ ഡോക്ടർമാരാണ് നവജാത ശിശുക്കളെ ചികിത്സിച്ചിരുന്നത്. ഡോക്ടർ നവീൻ കിച്ചിക്ക് പീഡിയാട്രിക് മെഡിസിനിൽ MD ബിരുദമുണ്ട്. എന്നാൽ ഇയാൾക്കൊപ്പം ഇവിടെ ജോലി ചെയ്തിരുന്ന ഭാര്യ ജാഗൃതി ദന്ത ഡോക്ടറാണ്. ഇത്തരത്തിൽ ഗുരുതര വീഴ്ചകളാണ് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. മരണമടഞ്ഞ ശിശുക്കളുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച വരുത്തിയ എല്ലാവരെയും കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിനൊപ്പം ഇത്തരം ദുരന്തങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രികളിൽ സംഭവിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ആശുപത്രികൾ ഉൾപ്പെടെ ജനം ഒന്നിച്ചു കൂടുന്ന തിയേറ്ററുകൾ, മാളുകൾ, ഓഡിറ്റോറിയങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ഗെയിമിംഗ് സെന്ററുകൾ, പ്രശസ്തമായ ദേവാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് കൃത്യമായ ഇടവേളകളിൽ നടത്തുക എന്നതാണ്. കൈക്കൂലിക്കുള്ള മറ്റൊരു അവസരമായി ഇത് മാറാതിരിക്കാനുള്ള മുൻകൂർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. ആശുപത്രികളിലെ തീപിടുത്തം പതിവായപ്പോൾ 3 വർഷം മുമ്പേ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ അത് അവഗണിച്ചതാണ് വീണ്ടും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത്. ഡൽഹിയിലെ തീപിടുത്തം സംഭവിച്ച ആശുപത്രി തന്നെ നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ആക്ഷേപമുണ്ട്. ആശുപത്രിക്കെതിരെ നാട്ടുകാർ പലതവണ പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതർ ഇത് ചവറ്റുകുട്ടയിൽ കളയുകയാണ് ചെയ്തത്. ആശുപത്രിക്ക് രജിസ്ട്രേഷനും സുരക്ഷാ സർട്ടിഫിക്കറ്റും ഇല്ലെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. CCTV ദൃശ്യങ്ങളിൽ കുഞ്ഞിനെ നഴ്സ് മർദ്ദിക്കുന്നത് വ്യക്തമായതിനെ തുടർന്ന് നേരത്തെ ഈ ആശുപത്രിക്കെതിരെ പരാതി ഉയർന്നിട്ടുള്ളതാണ്. ഈ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി ഉടമ കുഞ്ഞിന്റെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയതിനും അന്ന് കേസെടുത്തിരുന്നു. പണത്തിന്റെ ഹുങ്കിൽ എന്ത് നിയമലംഘനവും നടത്താൻ കെൽപ്പുള്ളവരാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകൾ. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഫയർ സേഫ്റ്റി വകുപ്പും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുകളും മറ്റും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ അവർ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കർത്തവ്യങ്ങൾ കൃത്യമായി നിറവേറ്റിയാൽ പല ദുരന്തങ്ങളും അവ സംഭവിക്കുന്നതിനു മുന്നേ തടയാനാകും.